സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ കാരണം ഇന്നലെ ഞാൻ കണ്ടതാണ്. രാത്രി വീഡിയോ മറുനാടൻ മലയാളിയുടെ ചാനലിൽ ഞാൻ കണ്ടതാണ്. പാലക്കാട് വെച്ച് ഒരു സംവാദം നടക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പറ്റി ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ ഇതുമായിട്ടുള്ള പരിചയപ്പെടലും അതുമായിട്ടുള്ള ഒരു ചാനൽ വന്ന് നടത്തുകയാണ്. അപ്പോൾ പ്രശാന്ത് ശിവൻ, BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, അവന് അവസരം കൊടുത്തു. അവൻ്റെ സംസാരം കഴിഞ്ഞു. അടുത്തത് സംസാരിക്കാനുള്ളത് ആർഷോ ആണ്, CPM-ൻ്റെ. അപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ന്യായം പറയണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ന്യായം പറയുമ്പോഴത്തേക്ക് അത് നിർബന്ധമായിട്ട് നടത്തുന്നവൻ തടയണം. അവൻ അതിനുള്ള ആരോഗ്യമല്ല. അപ്പോൾ ആർഷോ അതിനെ എതിർത്തു. നീ സംസാരിക്കണ്ട, നിന്റെ സമയം കഴിഞ്ഞതാണ്, ഞാൻ സംസാരിക്കട്ടെ, അതിന് ശേഷം വേണമെങ്കിൽ നിനക്ക് അവർ തരുമ്പോഴത്തേക്ക് നീ സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ സംസാരമായി. അപ്പോൾ യമൻ വലിയ ഗുണ്ടായാണ്. ആര്? പ്രശാന്ത് ശിവൻ. അവനൊരു ഗുണ്ടാ സ്റ്റൈലാണ്. ആ ഗുണ്ടയെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യം കൊണ്ട് ഗുണ്ടായുസം കൊണ്ട് ബാക്കിയുള്ളവരെ നേരിടാമെന്നാണ്. എന്തായാലും ശരി, മറുനാടൻ ഷാജൻ സ്കറിയ പറയാണ് ആർഷോയുടെ ചെകിട് പൊട്ടിച്ചു. ആര്? പ്രശാന്ത് ശിവൻ. അപ്പോൾ അവൻ്റെ ആ മനസ്സിലിരിപ്പ് വേണ്ട. എന്തോ ഒരു ചെറ്റത്തരമാണ്, എന്തോ ഒരു വൾഗർ മനസ്സാണ് അവൻ്റെത്. ഇടാ തെണ്ടി ഷാജൻ സ്കറിയ, നിന്നെ അവിടെ ഇടുക്കിയിലെടുത്തിട്ട് അടിച്ചില്ലേ? നീ കരഞ്ഞും കൊണ്ട് ഓടിയില്ലേ? നിനക്ക് ആരുണ്ടായിരുന്നു? അപ്പൊ അതിനാരെങ്കിലും അനുകൂലിച്ച? അടിച്ചതിന് ചെറ്റകൾ മാത്രമേ അനുകൂലിച്ചോളൂ. നിന്നെ അടിച്ചതിന് ചെറ്റകൾ മാത്രമേ അനുകൂലിച്ച. അപ്പൊ അവര് നിന്നെ തീർത്ത് കളഞ്ഞു. നിന്റെ ജാതിക്കാരനല്ലേ നിന്നെ അടിച്ചത്? രാഷ്ട്രീയം പോലും അല്ലല്ലോ അത്. നിന്റെ ജാതിക്കാരൻ തന്നെ നിന്റെ ചെറ്റത്തരം കൊണ്ടാണ്. നീ മഹാവൃത്തികെട്ടവനാണ്. ജനങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, വർഗീയ വിദ്വേഷം വളർത്തുക, നിനക്ക് അതിൽ നിന്ന് മുതലെടുക്കുക, ഇസ്രയേലിന്റെയും അമേരിക്കയ്ക്കും ബ്രിട്ടനും വേണ്ടി നീ ചാരപ്പണി ചെയ്യുക, ഇതാണ് നിന്റെ തൊഴിൽ. അപ്പോൾ നീ പറയുന്നത് നീ ജേർണലിസം പഠിച്ചിട്ടുണ്ട്, മറ്റേതാണ് മറിച്ചാണ്. അപ്പോൾ നിനക്ക് അടി കിട്ടി, എന്നിട്ട് പോലും നീ പഠിക്കുന്നില്ല. നീ ആർഷോടെ ചെകിട്ട് പൊട്ടിച്ചു വന്നു പ്രശാന്ത് ശിവൻ. സഹോദരങ്ങളെ, ഞാൻ പറയാണ്, ഈ പ്രശാന്ത് ശിവൻ അങ്ങനെ ആർഷോയെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവന് തിരിച്ചടി കൊടുക്കണം. അവന് തിരിച്ചടി നിർബന്ധമായിട്ടും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തമാണ് നിങ്ങളുടെ സിരകളിൽ ഓടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അവന് തിരിച്ചടി കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എണ്ണിപ്പറഞ്ഞ ദിവസത്തിന് അവൻ അടി കൊടുത്തിരിക്കണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനൊക്കില്ല പാലക്കാട്. നിങ്ങളത് തിരിച്ചടി കൊടുത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യമന്റെ പത്തി ഒന്ന് മടങ്ങട്ട്. ഈ ഷാജൻ സ്കറിയക്കും അവന്റെ ആൾക്കാർക്കും ഇപ്പോൾ അവർക്ക് പ്രശാന്ത് ശിവൻ അടിച്ചപ്പോഴത്തേക്ക് അവൻ BJP ആണ്. ഏത്? മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ്. മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ് കാരണമാണ് കോൺഗ്രസിനെ ചില സമയത്ത് UDF-നെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ BJPക്ക് യാതൊരു കാരണവശാലും കേരളത്തിൽ ഭരിക്കാനൊക്കില്ല എന്ന് അവർക്കറിയാം. BJPക്ക് ഭരിക്കാനൊക്കില്ല എന്ന് അവർക്ക് നിർബന്ധമായിട്ടും അറിയാം. അപ്പൊ അതിന് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് UDF-നെയും കോൺഗ്രസിനെയും താങ്ങുക. എന്നിട്ട് UDF-ഉം കോൺഗ്രസും ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമല്ലോ. യാതൊരു കാരണവശാലും ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ വിഷമാണ്. അതായത് വിഷത്തിൽ മധുരം മുക്കി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് അവൻ ഇരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇസ്രയേലികളും യഹൂദന്മാരും ഈ അമേരിക്കക്കാരും ചെയ്യുന്ന അതേ പണിയാണ് അവനും ചെയ്യുന്നത്. അപ്പൊ അറിയാമല്ല, ചെറ്റ ക്രിസ്ത്യാനികൾ, നല്ല ക്രിസ്ത്യാനികളല്ല, ചെറ്റ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കും, ചതിക്കും, ഒറ്റുകൊടുക്കും. നമ്മൾ കണ്ടതാണ്. നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. 16 ലക്ഷത്തോളം മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ സ്വാതന്ത്ര്യ പോരാളികളെ കൊന്നൊടുക്കിയവന്മാരാണ് ഈ ബ്രിട്ടീഷുകാര്, ക്രിസ്ത്യാനികള്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടിക്കൊടുപ്പാണ്. ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവരുടെ പദ്ധതി. ഇപ്പോ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കുക, എന്നിട്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുക. എന്ത് പറഞ്ഞാലും ശരി, മാർക്സിസ്റ്റ് പാർട്ടിയോടും എനിക്ക് ബഹുമാനമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോടും എനിക്ക് ആകെയുള്ള വിരോധം എന്ന് പറഞ്ഞ പിണറായി വിജയനോട് ആണ്. അതായത് മൃദുല സമീപനം BJP-യോടും RSS-നോടും കാണിക്കുന്നു. അതുകൊണ്ടുള്ള വിരോധമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം, കോൺഗ്രസും നിലനിൽക്കണം, ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇവിടെ നിലനിൽക്കണം. ഈ സംഘപരിവാർ ശക്തികളെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ഈ രാജ്യം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പല നേട്ടങ്ങൾക്കും വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഈ രാജ്യത്തിന് കീറി മുറിക്കും. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്കറിയാം, കേന്ദ്രത്തില് എത്ര മന്ത്രിമാരുണ്ട്? മുസ്ലിങ്ങളുടെ 25% മുസ്ലിങ്ങളുണ്ട്. ഒരു മന്ത്രി പോലും ഇല്ല. ആരും കരയുന്നില്ല. ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നേ ഇല്ല. അവരവരുടെ ഇഷ്ടം പോലെ ഭരിക്കട്ടെ.
ദൈവം തമ്പരാനുണ്ട് മുകളില്. ഈ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവനെല്ലാം അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോ എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നിപ്പോ ഞാൻ വേറൊരു ചാനൽ കാണാൻ ഇടാനായി, വടയാർ സുനിൽ. അവനൊരു തെണ്ടി തിന്നിയാണ്. അവൻ പറയുന്നു പിന്നെ ജമ്മു കാശ്മീരിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ പിന്നെ കംപ്ലീറ്റ് ഹിന്ദുക്കളുടെ മെഡിക്കൽ കോളേജിൽ മുഴുവൻ സീറ്റും മുസ്ലിങ്ങൾക്ക്. എത്ര ചെറ്റത്തരോട് അവൻ പറയുന്നത്. വർഗീയത വിളമ്പാനായിട്ട് അവനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വർഗീയത വിളമ്പുന്ന, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന, ഇസ്ലാമോഫോബിയ പടർത്തുന്ന ഇവിടെയുള്ള ചാനൽ സംഘികളും കൃസംഘികളും അവർക്ക് ആവശ്യം പോലെ ഫണ്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ജോലി എന്ന് പറയുന്നത് നേരം വിളിക്കുമ്പോൾ ചാനലിന്റെ മുമ്പ് വന്നിരുന്നിട്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. മുസ്ലിങ്ങൾ എന്താണ് നേടിയത്? എന്താണ് നേടിയത്? 850 വർഷം മുസ്ലിങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു. അവരെന്ത് നേടിയെടുത്തത്? ഒന്നും നേടിയെടുത്തില്ല. അവർ പിന്നോക്കമായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു. ഇന്നും അത് തന്നെ. ഇന്നിപ്പോ അവർ ഗൾഫിലൊക്കെ പോയി കുറെ പൈസയൊക്കെ ഉണ്ടാക്കി അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്തിട്ട് എഞ്ചിനീയർമാരും പിന്നെ ഡോക്ടർമാരും അതും ഇതുമൊക്കെ ആയപ്പോ അവരുടെ കണ്ണുകടിയാണ്. അവർ നല്ല വ്യവസായങ്ങൾ തുടങ്ങുന്നു, പിന്നെ നല്ല ബിസിനസ്സുകൾ തുടങ്ങുന്നു, അവരെ നല്ല വീട് വെക്കുന്നു, നല്ല കാർ വാങ്ങുന്നു. ഇതൊന്നും കണ്ടവർക്ക് സഹിക്കുന്നില്ല. പല ആൾക്കാരും ഇവിടെ എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണം ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അവരും അതുപോലെ ജീവിക്കുന്നില്ലേ? അപ്പൊ ഈ തെണ്ടികളായ ഈ സംഘികള് അവന്മാര് ജോലി ചെയ്യില്ല. അവന്മാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ കള്ളും കുടിച്ച് എവിടെയെങ്കിലും കിടക്കും, വെള്ളാപ്പള്ളിയെ പോലെ. അപ്പോ അതാണ് അവന്റെയൊക്കെ തൊഴിൽ. ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ് കള്ളു കൊടുത്ത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള. ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ്, യുവതലമുറയെ നശിപ്പിക്കുകയാണ് കള്ളു കൊടുത്ത്. പലിശയ്ക്ക് കൊടുക്കൂ, എന്നിട്ട് ജനങ്ങളെ സാമ്പത്തികമായി തകർക്കുക, ശാരീരികമായി തളർക്കുക, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുക. ഇതാണ് ഈ പലിശയും ഈ മദ്യപാനം കൊണ്ട് മനുഷ്യർക്ക് ഉണ്ടാവുന്ന നേട്ടം എന്ന് പറയുന്നതാണ്. പക്ഷെ നേട്ടം വെള്ളാപ്പള്ളിക്കും PC ജോർജിനെ പോലുള്ള തെമ്മാടികൾക്കുമാണ്. അത് നമ്മൾ മനസ്സിലാക്കി ഈ ചെറ്റകളുടെ ചാനലുകൾ നമ്മൾ തികഞ്ഞ അവജ്ഞയോടുകൂടി കാണണമെന്നും അതിനെ ഒറ്റപ്പെടുത്തണം, ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടും വിവരം കൊണ്ടും സംസ്കാരം കൊണ്ടും പിന്നെ വൃത്തിയും വെടിപ്പും കൊണ്ടും. നിങ്ങൾ നോക്കണം, വടക്കേ ഇന്ത്യയിലൊക്കെ ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കണം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. കേരളത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോകണം. അപ്പൊ UDF ആയിരുന്നാലും LDF ആയിരുന്നാലും ഉള്ളത് കൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ വൃത്തിയും വെടിപ്പുമായി, സംസ്കാര സമ്പന്നരായി, മതേതര വിശ്വാസികളായി, ജനാധിപത്യ വിശ്വാസികളായി ഇവിടെ വിലസുന്നത്. ഈ പിന്നെ BJP-കാർ നന്നാക്കട്ടെ. ആദ്യം മധ്യപ്രദേശും ബീഹാറും UP ഒക്കെ എത്രയോ വർഷങ്ങളായി ബീഹാറികളും UP-കാരും ആസാമികളും ഒക്കെ ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്തല്ലേ പൈസ ഉണ്ടാക്കിയിട്ട് പോകുന്നു. അത് കണ്ടാ പോരെ? അപ്പൊ ഈ BJP-കാർക്ക് ഭരണം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നമ്മളത് മനസ്സിലാക്കി. ആദ്യം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലെവലാക്കി വരട്ടെ, അതിനുശേഷം നമുക്ക് കേരളത്തിൽ സീറ്റ് പിടിക്കാൻ നോക്കാം. നിങ്ങൾ മനുഷ്യ സ്നേഹികളാവുകയും മനുഷ്യർക്ക് നന്മ ചെയ്യും. ഈ അദാനിയെ വളർത്തുന്നതല്ലാതെ, അംബാനിയെ വളർത്തുന്നതല്ലാതെ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്താണ് ചെയ്തത്? സാധാരണ ഹിന്ദുക്കൾക്ക് വേണ്ടി, പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യും. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഇവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ പുറപ്പാട് നടത്തുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി ഈ നാട്ടിലുള്ള ദളിതനും മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നിച്ചു നിൽക്കണം. ജനാധിപത്യം ഇവിടെ പുലരണമെങ്കിൽ, മതേതരത്വം ഇവിടെ പുലരണമെങ്കിൽ, ഈ സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ അടിസ്ഥാനമാക്കി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ചെറ്റകളെ, ഈ RSS-കാരെ, സംഘപരിവാറുകാരെ, ഈ കൃസംഗികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. യവന്മാരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അവർക്കെതിരെ നമ്മൾ പടവാളെടുത്താലേ ഒക്കുള്ളൂ. അവരെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും പെരുമാറി അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.